വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ ഏറ്റുമുട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും. എമ്പുരാനിലെ മുന്ന ഇവിടെ തന്നെയുണ്ട്. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. നിയമം പൂട്ടിച്ചതുപോലെ ഇതും ഞങ്ങൾ പൂട്ടിക്കും എന്ന് സുരേഷ് ഗോപിയെ പരിഹസിച്ചു ജോൺ ബ്രിട്ടാസ്. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ, പേടിക്കണ്ട. പറഞ്ഞതേ ബ്രിട്ടാസിന് ഓർമ്മയുള്ളൂ. കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു സുരേഷ് ഗോപി. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Please sit down, please. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും TP 51 റീ റിലീസ് ചെയ്യാൻ എമ്പുരാന് വേണ്ടി വാദിക്കുന്ന CPM-ന് ചങ്കൂറ്റമുണ്ടോ എന്നാണ് സുരേഷ് ഗോപിയുടെ ചോദ്യം. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? എമ്പുരാൻ റീ എഡിറ്റ് ചെയ്യാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നിർമ്മാതാക്കളും പ്രധാന നടനും ചേർന്നെടുത്ത തീരുമാനമാണത്. ചിത്രത്തിന്റെ ക്രെഡിറ്റിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്യാൻ ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപി ആദ്യം പ്രസംഗിച്ചു തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം സ്പീക്കറോട് പറയുന്നത് കേട്ടു, ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ സുരേഷ് ഗോപി പ്രസംഗം, പ്രത്യേകിച്ച് CPM-നുള്ള മറുപടി പ്രസംഗം, അത് മലയാളത്തിലാക്കി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNR-ന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ എറിയുക തന്നെ ചെയ്യും. മുനമ്പത്ത് 600 കുടുംബങ്ങളാണ് വഖഫിൻ്റെ പേരിൽ വഴിയാധാരമായിരിക്കുന്നത്. 800 പേരെ കൊന്ന പാർട്ടിയാണ് കേരളത്തിലെ CPM. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന് കൈ മാത്രമല്ല പൊള്ളിയത്, പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. സുരേഷ് ഗോപി തിരിച്ചടിച്ചു. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Please sit down, please. Not Through I you, will not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong with the language? दूंगा बाद में. I will. Sir, Let him complete. They should have the guts to let these 2 films be screened.
again, permitted to be screened, then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was no censor pressure on the producers of Empuran. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please. This is the truth. Sir, I need your protection. Okay. I need your protection. Maaf kare. Undisturbed. This is the truth. I'm ready to take any punishment if this falls out to be a false on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, all what was again coming back to Munambam, which directly relates in the form of matter. I will not yield. I will not yield. Munambam. You don't you, sir. But I will give you. Please sit down. First sit down. First sit down. Through you, Please sir. sit down. I will give it. Through you, sir, I will tell Mr. Britas, with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ്. സർ, 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നും